മെയ് 4 ഇന്നാണ് ആ സുദിനം. നമ്മൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. തുടർ ഭരണം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമായിരിക്കുന്നു. രാജാവ് നഗ്നനാണെന്ന് ജനങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞ ദിവസം കൂടിയാണെന്ന്. ഈ കപ്പൽ ആടി ഉലയുകയില്ല എന്ന് പറഞ്ഞവരെല്ലാം ഇപ്പോൾ ഒരേ വള്ളത്തിൽ ടൈറ്റാനിക്കിനേക്കാൾ മോശമായ രീതിയിൽ അധപതിച്ച് ആഴക്കടലിലേക്ക് പോയ സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അടലിന്റെ ആഴങ്ങളിൽ എന്നൊരു പാട്ട് നമുക്ക് വേണമെങ്കിൽ ഇവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. കാരണം ഇന്നത്തെ ദിവസത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. TP ചന്ദ്രശേഖരനെ ഇവർ കൊലപ്പെടുത്തിയത് ഇന്നാണ്. 2012 മെയ് 4-ാം തീയതിയാണ് ചന്ദ്രശേഖരനെ ഇവർ കൊലപ്പെടുത്തിയത്. ഒഞ്ചിയത്ത് വെച്ച് കൊലപ്പെടുത്തിയത്. വീട്ടിലേക്ക് പോകുന്ന ആ ഒരു സഖാവിനെ ഇവർ ആൾക്കൂട്ടം ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നായിരുന്നു ആ ഒരു ദിനവും. ഇത് കാലത്തിന്റെ കാവ്യനിധി ആയിരിക്കാം. കാരണം തുടർ ഭരണം 10 വർഷമായിട്ട് CPM കേരളത്തെ ഭരിച്ച് മുടിച്ച് ഇപ്പോൾ പടിയിറങ്ങി പോവുകയാണ്. മൂന്നാം ഭരണം ഇനി CPM-നില്ല. എവിടെയൊക്കെ CPM തുടർഭരണം നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം CPM അധപതിച്ചു പോയിട്ടേ ഉള്ളൂ. ഇപ്പോഴും അതിന് യാതൊരു വ്യത്യാസവുമില്ല. ഇതിന് ഉദാഹരണമാണ് പശ്ചിമ ബംഗാളും ത്രിപുരയും. വർഷങ്ങളായിട്ട് ഭരിച്ചിരുന്ന പശ്ചിമ ബംഗാളില് 34 വർഷത്തോളം ഭരിച്ചിരുന്ന പശ്ചിമ ബംഗാളില് അവസാനം പടിയിറങ്ങിപ്പോയത് അതിദാരുണമായിട്ടാണ്. അതേപോലെ തന്നെയാണ് ത്രിപുരയിലും. വർഷങ്ങളായിട്ട് ഭരിച്ചിരുന്ന ഒരു ടാറിട്ട റോഡ് പോലും എടുത്തു പറയാൻ ത്രിപുരയിൽ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ആദ്യമായി ഒരു റോഡ് ത്രിപുരയിൽ വന്നപ്പോൾ ആ റോഡിനെ സാഷ്ടാംഗം വണങ്ങുന്ന ഒരു വീഡിയോയും ഫോട്ടോയും എല്ലാം നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇത്രയും അധപതിച്ച ഒരു ഭരണമാണ് CPM തുടർഭരണം നടക്കുന്ന സ്ഥലങ്ങളെല്ലാം കൊടുക്കുന്നത്. കേരളത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം 2016 മുതൽ കേരളത്തിൽ ഭരിച്ചിരുന്നത് CPM ആണ്. ക്യാപ്റ്റൻ പിണറായി വിജയനായിരുന്നു. ഈ 4-ലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണ്? ഇന്ത്യയിൽ ഒരിടത്തും ചുവന്നിട്ടില്ല. ചുവപ്പ് അവസാനിച്ചു. ചുവപ്പിന്റെ അസ്തമയം ആയി എന്ന് വേണമെങ്കിൽ പറയാം. 1967 മുതൽ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു EMS നമ്പൂതിരിപ്പാട്. സഖാക്കന്മാർ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അത് ശിഥിലമായി പോയത് പിണറായി വിജയനിലൂടെ തന്നെയാണ്. ജനങ്ങൾ മടുത്ത ഭരണം, ജനങ്ങളെ മടുപ്പിച്ച ഭരണം. സഭകളിലാണെങ്കിലും പൊതുവേദിയിലാണെങ്കിലും ചോദ്യം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് വീട്ടിൽ പോയി ചോദിക്കാനാണ്. പക്ഷെ ഇപ്പോഴോ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥ ജനങ്ങൾ കാണിച്ചു കൊടുത്തു. രാജാവ് നഗ്നനാണെന്ന് ജനങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. കപ്പൽ ആടി ഉലഞ്ഞു. എന്തൊക്കെയാണ് കാണാനിരിക്കുന്നത്? വൻ പരാജയമായി പോയി. 100 പോലും കടക്കാൻ പറ്റിയില്ല. എന്തിന് 50 പോലും കടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് CPM തട്ടിത്തടഞ്ഞ് വീഴുകയായിരുന്നു. കേരളത്തിലെ പല മന്ത്രിമാരും ജയിക്കാൻ പോലും പെടാപ്പാട് പെട്ട ഒരവസ്ഥ. ഇതേപോലെ ഒരു ഭരണം അല്ലെങ്കിൽ ഒരു അധപതനം CPM-ന് ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രവുമല്ല, തമിഴ്നാടും CPM-ന് നഷ്ടപ്പെട്ടു പോയി. DMK 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. TVK 1-ാം സ്ഥാനത്തെത്തുകയും ഭരണത്തിലെത്തുകയും ചെയ്തു. 2011 മമതാ യുഗമായിരുന്നു ബംഗാളിൽ. അതായത് പശ്ചിമ ബംഗാളിൽ 34 വർഷം ഭരിച്ചിരുന്ന CPM-നെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് മമതാ ബാനർജി 2011 രംഗപ്രവേശനം നടത്തിയത്. എന്നാൽ ഇന്ന് അതും അവസാനമായിരിക്കുന്നു. മമതാ യുഗത്തിന്റെ അവസാനം. അവിടെ ഇപ്പോൾ വിജയക്കൊടി പാറിച്ചിരിക്കുന്നത് BJP ആണ്. എല്ലാം കാലത്തിന്റെ കാവ്യനീതിയാണ്. എന്താണ് വസ്തുത എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ഇനി ചുവക്കുമോ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം നമുക്ക് പറയാം. എവിടെയൊക്കെ തുടർഭരണം നടന്നുവോ അവിടെയെല്ലാം CPM-ന്റെ അധപതനം ആരംഭിച്ചിരിക്കുന്നു. ഉദാഹരണം കേരളവും. അതിലോ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. ഇത് തന്നെയാണ് പിണറായി വിജയനിലൂടെ CPM-ന്റെ അസ്തമയം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി തമ്മിൽ ചർച്ച നടത്തി എന്താണ് തോൽവിക്കുള്ള കാരണം എന്ന് കൂടി അവർ വിലയിരുത്തട്ടെ. പാർട്ടിയുടെ ഒരു കാര്യം ഞാൻ പറയാം. പാർട്ടിയെ വിമർശിക്കാൻ ഇപ്പോൾ ആരുമില്ല. അങ്ങനെ വിമർശിക്കുന്നവരൊക്കെ കുലം കുത്തി എന്നും മറ്റു പല പേരുകൾ നൽകി വിശേഷണം നൽകി അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഈ പാർട്ടിയിൽ നിന്ന് ഒടുവിൽ പുറത്തായ V കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു. അതും നല്ല ഭൂരിപക്ഷത്തിൽ. അപ്പോഴും ഇവിടെയുള്ള പല സഖാക്കന്മാരും മുട്ടിലെറിഞ്ഞ പോലെയാണ് വോട്ടിങ്ങിൽ നിൽക്കുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നില്ലാതെ തപ്പിത്തടഞ്ഞ് ഉപ്പുവെള്ളം കുടിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴത്തെ സഖാക്കന്മാർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പാർട്ടി ഇത്രയും അധപതിക്കാൻ കാരണം തന്നെ എന്താണെന്നോ? പാർട്ടിയെ ഇപ്പോൾ വിമർശിക്കാൻ ആരുമില്ല. പാർട്ടി ഇപ്പോൾ പിണറായി ലോബിയായി മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ കള്ളക്കടത്തിന്റെയും അഴിമതിയുടെയും എല്ലാത്തിന്റെയും ഗുണ്ടാ സംഘത്തിന്റെയും എല്ലാത്തിന്റെയും ഒരു താവളമായി CPM മാറിയിരിക്കുന്നു.
പണ്ടത്തെ കാലത്ത് തൊഴിലാളികളെ പ്രസ്ഥാനമായിരുന്നു. പക്ഷെ പോകെ പോകെ തൊഴിലാളി പ്രസ്ഥാനം മാറി, മുതലാളികളുടെ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. ഇന്ന് ആ തൊഴിലാളികളുടെ കൂടെ എത്ര നേതാക്കന്മാർ നിൽക്കും എന്ന് കണ്ടു തന്നെ അറിയണം. കാലത്തിനൊപ്പം CPM മാറി, പാർട്ടിയും മാറി, പാർട്ടിയിലെ നേതാക്കൾ മാറി, ആശയം മാറി, പ്രത്യയശാസ്ത്രം മാറി. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു കടക്ക് പുറത്ത്.